ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞ ചെറിയ ഭാഗം വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ അതിന് മുമ്പ് മോൾ കോൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. എന്താണ് മോൾ കോൺസെപ്റ്റ്? റെഡി? 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? 6.022 × 10⁻23. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാണ്ട് അറിയാമെന്ന് എനിക്കും അറിയാം. റെഡി? അപ്പോൾ നമ്മൾ 1 പെയർ എന്ന് പറഞ്ഞാൽ 2, 1 ഡസൺ എന്ന് പറഞ്ഞാൽ 12 എണ്ണം, അങ്ങനെ ഒരു എണ്ണത്തിൻ്റെ കണക്കാണ് 1 മോൾ. അല്ലേ? എത്രയാണ്? 6.022 × 10⁻23. അതായത് 23 പ്രാവശ്യം 000. അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയാണ് എന്ത് 1 മോൾ അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇനി എന്താ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ എണ്ണം പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് നോക്കിയാൽ നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണെന്ത് ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1 മോൾ എന്ന് പറയുന്നത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം. അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. അല്ലേ? 1 മോൾ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്, മോളിക്യൂൾ എന്നൊന്നും പറയുന്നില്ല. ഈ ഒരു സംഖ്യ എണ്ണം പാർട്ടിക്കിൾ ഉണ്ടെന്ന് മാത്രമേ 1 മോൾ എന്ന് പറയുന്നുള്ളൂ. മനസ്സിലായല്ലോ? അതായത് 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 6.022 × 10⁻23 മോളിക്യൂൾ ഉണ്ട്. ഇനി ഒരു മോളിക്യൂൾ എടുത്താൽ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾ എടുത്താൽ 2 × 6.022 × 10⁻23 എണ്ണം ഓഫ് ആറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താടാ? ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആറ്റംസ്. അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക സാറേ? 3 മെത്തേഡ് ഉണ്ട്. അല്ലേ? എത്ര മെത്തേഡ് ഉണ്ടാ? പറ. എത്ര മെത്തേഡ് ഉണ്ട്? 3 മെത്തേഡ് ഉണ്ട്. റെഡി? ശ്രദ്ധിച്ചോ, നോക്കിക്കോ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലേ n എന്നാണ് എഴുതുക. അല്ലേ? എന്താണ് നമ്പർ ഓഫ് മോൾസ്? എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? ഞാൻ 3 രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, 3 രീതിയിൽ. ഓക്കെ, 3 representation for the equation of number of moles. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഇക്വേഷൻ എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ n is equal to given mass by molar mass. Next n is equal to given number of particles by Avogadro number of particle. 3 n is equal to given volume by volume at STP. അല്ലേ? എന്താണ് വോളിയം അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ശ്രദ്ധിച്ചോ, ഇത് 3 ടേംസിലല്ലേ? ഒന്ന് എന്തിലാടാ? ഒന്ന് ഇൻ ടേംസ് ഓഫ് മാസിലാണ്, രണ്ടാമത്തെ എന്താ നമ്പറിലാണ്, മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ഇൻ ടേംസ് ഓഫ് വോളിയം ആണ്. അല്ലെ? എന്താണ് ഇൻ ടേംസ് ഓഫ് വോളിയം. ഇനി എന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? അല്ലെ? എന്താണ് ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് തരുമല്ലോ, 22 ഗ്രാം അല്ലെങ്കിൽ 44 ഗ്രാം, അങ്ങനെ ഒരു വെയിറ്റ് തരും. എന്താണ് എം എന്ന് പറഞ്ഞാൽ? എം എന്ന് പറഞ്ഞാൽ അതെന്താണ്? മോളാർ മാസ് ആണ്. അല്ലെ? എന്താണ് മോളാർ മാസ്? നമ്മൾ അറിയാം എന്താ മോളാർ മാസ്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ മോളാർ മാസ് എന്താ? ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് അതാണ് 44 ഗ്രാം. അറിയാലോ? റെഡി? ഇനി എന്താണ് Na എന്ന് പറഞ്ഞാൽ? Na മീൻസ് ഇറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. ഇനി എന്താണ് വോളിയം അറ്റ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ നോക്കിയാൽ ഒരു മോള് ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആണ്. അതാണെന്ത്? VSTP. വോളിയം അറ്റ് STP എന്നാണ് 22.7 ലിറ്റേഴ്സ് ആണ്. എന്താണ്? 22.7 ലിറ്റേഴ്സ്. അപ്പൊ ഇതെന്താ? VG എന്താ? ഗിവൺ വോളിയം. Ng എന്താ? ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആൻഡ് വാട്ട് ഈസ് W? ഗിവൺ മാസ്. റെഡി ആണല്ലോ? ഈ രൂപത്തിലാണ് 3 ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അതായത് യു ഹാവ് ബീൻ ഗിവൺ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് മാസ് ആണല്ലോ. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 88, മോളാർ മാസ് 44. ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 2 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? 2 ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു 6.022 × 10⁻23 എണ്ണം മോളിക്യൂൾ ഉണ്ടാവും. ഇനി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ആറ്റാടാ? 3 ആറ്റംസ് ഉണ്ടാവും. അല്ലേ? ഒരു കാർബണും 2 ഓക്സിജനും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ആറ്റംസ് എത്രയാ? ടോട്ടൽ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 6.022 × 10⁻23. ഇപ്പോൾ ഇവിടെ എന്തായി? ഇത് മോളിക്യൂൾ ആയില്ലേ? ഇനി ഇൻറ്റു ആറ്റം ഇൻറ്റു 3 എണ്ണം ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. റെഡി അല്ലടാ? മനസ്സിലായോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, അതായത് 22.7 ആണല്ലോ. അപ്പോൾ 11.35 എടുത്ത്. അല്ലേ? എന്താണ്? 11.35 എടുത്ത്. റെഡി ആണല്ലോ? ഇനി 11.35 liters of
ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത് 11.35 ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ എന്താ ഗിവൺ വോളിയം ബൈ വോളിയം അറ്റ് STP. ഗിവൺ വോളിയം എന്താ 11.35 അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്ന വോളിയം, അതായത് വോളിയം അറ്റ് STP ആണ് എന്ത് 22.7 ആൻഡ് ഗിവൺ വോളിയം ആണ് എന്ത് 11.35. അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും ഇവിടെ 1/2 വരും. വിച്ച് മീൻസ് നമ്പർ ഓഫ് മോൾ എത്രയാണ്? ദാറ്റ് ഈസ് 0.5 മോൾ ഓക്സിജൻ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ മോളിക്യൂൾ കിട്ടുക? അതായത് 0.5 ഇൻറ്റു അവഗാഡ്രോ എണ്ണം മോളിക്യൂൾ ഉണ്ടാവും അല്ലേ. ഇനി ആറ്റം എങ്ങനെ കിട്ടുക? ആറ്റം കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു അവഗാഡ്രോ 2 ചെയ്താൽ എന്തായി നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. റെഡി ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഫോളോ ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്? ആ ഫോളോ ചെയ്യേണ്ട ഓർഡർ എന്താണ്? ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക അല്ലെ. എന്താണ് നമ്പർ ഓഫ് മോൾസ്? റെഡി. ഈ നമ്പർ ഓഫ് മോൾസിനെ എന്താണ് Na വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. റെഡി. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് അറ്റോമിസിറ്റി അല്ലെ. അറ്റോമിസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. റെഡി അല്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് ആറ്റംസ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് മോൾസിൽ നിന്ന് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനും വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. റെഡി.